ഹലോ എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് ആയിരുന്നു. യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സിലെ സ്ട്രക്ചറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സിലെ രണ്ടാമത്തേതാണ് യൂണിയൻ. യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ട്രക്ചറുമായിട്ട് സിമിലർ ആണ്. ഇതും ഡിസിമിലർ ആയിട്ടുള്ള ഡേറ്റ ടൈപ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. യൂണിയൻ എന്ന് പറഞ്ഞുള്ള കീവേഡാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു യൂണിയൻ്റെ സൈസ്, ഒരു യൂണിയൻ ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതിനകത്ത് അത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള മെമ്പേഴ്സിൻ്റെ എല്ലാം കൂടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മെമ്പർ എലമെൻ്റ് ഏതാണോ അതിൻ്റെ സൈസായിരിക്കും യൂണിയൻ്റെ സൈസ്. നമ്മുടെ സ്ട്രക്ചർ നേരത്തെ പറഞ്ഞപ്പോൾ അതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഓരോ ഡേറ്റ മെമ്പറിൻ്റെയും സൈസ് എത്രയാണോ അതിൻ്റെ സമ്മായിരുന്നു സ്ട്രക്ചറിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ മെമ്മറി സ്പേസ് തന്നെ വേണമായിരുന്നു. യൂണിയൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ ഏതാണോ അല്ലെങ്കിൽ ആ എലമെൻറ്റ് ഏതാണോ അതിൻ്റെ സൈസ് എത്രയാണോ അതാണ് യൂണിയൻ്റെ സൈസ്. അപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു മെമ്മറി സ്പേസ് ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചറിനേക്കാളും കുറച്ചുകൂടെ മെമ്മറി എഫിഷ്യൻറ്റ് ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രക്ചറിനെടുത്ത സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. യൂണിയൻ ബുക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻറ്റ് പേജ് എന്നും ഫ്ലോട്ട് പ്രൈസ് എന്നും പറഞ്ഞാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടോട്ടൽ 6 ബൈറ്റ് എടുക്കുമായിരുന്നു ഇത്തരം കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ. അപ്പോൾ യൂണിയൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇൻറ്റിന് 2 ബൈറ്റ് മതി, ഫ്ലോട്ടിന് 4 ബൈറ്റ് വേണം. അപ്പം ഫ്ലോട്ടാണ് കൂടുതൽ മെമ്മറി സ്പേസ് എടുക്കുന്ന എലമെൻറ്റ്. അതുകൊണ്ട് തന്നെ 4 ബൈറ്റിൽ ഈ ഒരു കാര്യം നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിയും. അപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂണിയൻ സ്റ്റോർ ചെയ്യാനായിട്ട് ടോട്ടൽ 4 ബൈറ്റ് മതിയാവും. സ്ട്രക്ചറിലാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ അവിടെ 6 ബൈറ്റ് ആകുമായിരുന്നു. 2 ബൈറ്റും കൂടെ അധികം മെമ്മറി അവിടെ വേസ്റ്റ് ആകുമായിരുന്നു. അപ്പോൾ ഇത് കോമൺ മെമ്മറി സ്പേസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കി കിട്ടി. ഇനി നെക്സ്റ്റ് വൺ എനൂമറേഷൻ. എനൂമറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് തന്നെയാണ്. ഇതിനകത്ത് നെയിംസിനെ നമ്പറുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനൂമറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കീവേഡ് ഏനം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏനം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഏനം, അതുപോലെ തന്നെ അതിൻ്റെ നെയിം, അത് കഴിഞ്ഞ് കുറച്ച് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഇതുപോലെ ഇങ്ങനെ കോമായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു എനൂമറേഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് കോൺസ്റ്റൻസിനെ, നെയിംഡ് കോൺസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എനൂമറേഷൻ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്മൾ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എനം കീവേഡ് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എനം ഡേ എന്നുള്ളതാണ് എൻ്റെ എനൂമറേഷൻ്റെ നെയിം. ഞാൻ ഇതിനകത്ത് സൺഡേ തൊട്ട് സാറ്റർഡേ വരെയുള്ള കുറച്ചധികം നെയിംസ്, കുറച്ചധികം ലിസ്റ്റ് ഓഫ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ എൻ്റെ കോഡ് എഴുതാൻ പോകുന്നത്. അപ്പോൾ കോഡ് എഴുതുമ്പോഴത്തേക്കും ഈ ഡേ എന്നുള്ളതാണ് എൻ്റെ എനൂമറേഷൻ്റെ നെയിം. അപ്പം ഡേ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ എക്സ് ഈക്വൽ ടു ട്യൂസ്ഡേ എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ സി ഔട്ട് ട്യൂസ്ഡേ എന്ന് പറഞ്ഞു കൊടുത്താൽ എനിക്കിവിടെ ഡിക്ലെയർ ആകുമ്പോൾ ഇവിടെ സൺഡേ എന്നുള്ളത് 1, മൺഡേ എന്നുള്ളത് 2, ട്യൂസ്ഡേ എന്നുള്ളത് 3. അപ്പോൾ ഞാൻ സി ഔട്ട് ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊടുക്കുമ്പോൾ എനിക്ക് 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഞാൻ ഈ നെയിംസിനെ നമ്പറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ആ രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇതാണ് എനൂമറേഷൻ. ഇനിയുള്ളത് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ആണ്. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് അതിനകത്ത് ഒന്നാമത്തേതാണ് അറേ. അപ്പം നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ് അറേസ്. അപ്പോൾ അറേ എന്ന് പറയുമ്പോൾ അത് ഫിക്സഡ് സൈസാണ്. സീക്വൻസ്ഡായിട്ട് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അറേസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഡേറ്റ ടൈപ്സ് മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ സ്ട്രക്ചറും യൂണിയനും എല്ലാം കണ്ടിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഡിസിമിലർ ആയിട്ടുള്ള ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ അറേക്കകത്ത് നമ്മൾ ഏത് ഡേറ്റ ടൈപ്പ് വെച്ചാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അത്രയും നമ്പേഴ്സിനെ മാത്രം അല്ലെങ്കിൽ അത്രയും ക്യാരക്ടറിനെ മാത്രം നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഇൻറ്റ് നമ്പർ 5 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റിജർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, ഇൻറ്റിജർ ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ, അതും 5 നമ്പേഴ്സിനെ മാത്രമേ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. കാരണം ഇതായിട്ട് സൈസാണ്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ് എന്നിങ്ങനെയാണ് അറേയുടെ ആ ഒരു സിൻറ്റാക്സ്. അപ്പോൾ ഡേറ്റ ടൈപ്പ് നമ്മൾ ഇൻറ്റെന്ന് കൊടുത്തു, അറേ നെയിം ഞാൻ നമ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 നമ്പേഴ്സിന് എനിക്ക് ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ അറേയുടെ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എ എന്ന് പറഞ്ഞിട്ടാണ് അറേയുടെ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ എ ഓഫ് 1, എ ഓഫ് 2, എ ഓഫ് 3, എ ഓഫ് 4, എ ഓഫ് 5 എന്ന് പറഞ്ഞിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഈ ഡേറ്റാസ് ഓരോന്നും പോയി സ്റ്റോർ ആവുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സീക്വൻസ്ഡ് ആയിട്ടുള്ള ഡേറ്റാസിൻ്റെ ആ ഒരു കളക്ഷനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഡേറ്റാസിനെ റിട്രീവ് ചെയ്തെടുക്കാനും എളുപ്പമാണ്. പിന്നെ ഈ ഒരു ഡേറ്റാസിനകത്ത് സെയിം നമ്പർ, സെയിം സൈസുള്ള അല്ലെങ്കിൽ സെയിം ഡേറ്റ ടൈപ്പുള്ള ഡേറ്റാസിനെ മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതാണ് അറേയുടെ പ്രത്യേകത.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.